ശ്രീ മഹേഷ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് ചർച്ചകളിൽ താങ്കൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒന്നിച്ചൊരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ ആ റിപ്പോർട്ട് വന്ന ഘട്ടം മുതൽ താങ്കളുടെ ഒരു നിലപാട് എന്താണ് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകൾ പലതും പറയുന്നുണ്ട്. മൊത്തത്തിലൊരു സ്ത്രീകളോടുള്ള സമീപനത്തിൽ വളരെ മോശപ്പെട്ട നിലയിൽ ഒരു സ്ത്രീവിരുദ്ധ നിലപാട് വളരെ ആഴത്തിലുള്ളതാണ് മലയാള സിനിമയുടെ മേഖല എന്നുള്ളത് വളരെ ആളുകളുടെ ഇടയിൽ വളരെ ശക്തമായി എത്തപ്പെട്ടിട്ടുണ്ട്. അതിലൊരു സംശയവുമില്ല. ഇന്ന് തന്നെ പാർവതി തിരുവോത്തിൻ്റെ ഒരു അഭിമുഖം മറ്റൊരു ചാനലിൽ ഞാൻ കണ്ടപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, WCC അംഗങ്ങൾ അല്ലെങ്കിൽ ഈ അംഗങ്ങളും WCCയുമായി ബന്ധമുണ്ടെന്ന് തോന്നിയാൽ പോലും അവരെ മാറ്റി നിർത്തുന്നു. ഇപ്പോൾ രമ്യ നമ്പീശൻ എന്ന നടിയെക്കുറിച്ച്, ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ആ നടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവർ മലയാള സിനിമയിൽ ഒരു സാന്നിധ്യം നോക്കിയാൽ അതിന് മുമ്പ് അവർ കുറേ കൂടി സജീവമായി വേഷങ്ങൾ ചെയ്തിരുന്നൊരു നടിയായിരുന്നു. വളരെ ദയനീയമാണ്. വിരലെണ്ണാവുന്ന സിനിമകൾ മാത്രം, കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും ചെയ്തിട്ടില്ല. ആ വർഷങ്ങളിൽ ഒന്നും ആരും സഹകരിക്കാത്ത, വിളിക്കാത്ത ഒരു സാഹചര്യം. അതാണ് പറഞ്ഞത്, അംഗങ്ങളുമായി ബന്ധമുണ്ടെന്ന് തോന്നിയാലോ വരെ മാറ്റി നിർത്തുന്നു എന്ന നിലയിലൊരു അവസ്ഥ മലയാള സിനിമ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നുകൊണ്ട് ഇതെല്ലാം വളരെ ഗൗരവമായി ആളുകൾ ചർച്ച ചെയ്യുന്നൊരവസ്ഥ വന്നു. ഇപ്പോൾ ഹൈക്കോടതിയിലും. എന്തു പറയുന്നു ശ്രീ മഹേഷ്? ശരത്തെ, ഈ ജോലിയില്ലാത്ത നടന്മാരെ പറ്റി നിങ്ങൾക്കാർക്കും ഒരു വിഷമയില്ല. ഇപ്പം ഞാൻ തന്നെ സിനിമയുടെ ക്യാമറ കണ്ടിട്ട് വർഷങ്ങളായി. ഞാനതൊരു ആർഗ്യുമെൻറ്റിന് പറഞ്ഞതല്ല, ആദ്യം തന്നെ. പക്ഷേ ആമുഖമായിട്ട് മഹേഷിനെ ആണെങ്കിൽ അത് വെളിപ്പെടുത്തണം. ഇവിടെ മഹേഷിനെ ബോധപൂർവം ആരെങ്കിലും അകറ്റി നിർത്തുന്നതാണോ ഇത്? അങ്ങനെ ഒരു കേസാണ്, ആരോപണം അല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണെന്നാണ് ശരത്ത് പറയുന്നത്, അല്ലേ? അല്ല, അത് തീരുമാനിക്കേണ്ട താങ്കളാണ്. എനിക്ക് കഴിവുണ്ടായിട്ടും എന്നെ ബോധപൂർവം, ധൈര്യമായിട്ട് പറ, താങ്കളുടെ കൂടെ നമ്മളുണ്ട്. ശരത്തെ, മഹേഷിന്റെ കഴിവും നല്ല കഥാപാത്രങ്ങളും ഒക്കെ എനിക്കറിയാം, ഞാനും കണ്ടിട്ടുണ്ട്. താങ്കളുടെ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ്. താങ്കളെ ആരെങ്കിലും അങ്ങനെ വൈര്യനിര്യാതന ബുദ്ധിയോടെ മാറ്റി നിർത്തിയതാണോ? ആണെങ്കിൽ അത് കേസാണ്, അല്ലെങ്കിൽ സാന്ദർഭികമായി വെറുതെ പറഞ്ഞതാണ്. അല്ലല്ല ശരത്ത്, ഇതിനകത്ത് എന്താ കാര്യം എന്ന് പറയും ശരത്ത്. അതിനു മുമ്പ് ഞാൻ ഈ സെക്ഷൽ അബ്യൂസ് അനുഭവിച്ചിട്ടുള്ള മലയാള സിനിമാ പ്രവർത്തകരായിട്ടുള്ള നടിമാരായിക്കോട്ടെ, സാങ്കേതിക പ്രവർത്തകരായിട്ട്, ഒരു നടൻ എന്നുള്ള രീതിയിൽ, ഒരാണെന്നുള്ള രീതിയിൽ ഭൂമിയോളം താന്ന് കൈകൂപ്പി ഞാൻ മാപ്പ് ചോദിക്കുകയാണ് മറ്റെല്ലാവർക്കും വേണ്ടിയിട്ട്, നടന്മാരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും. പക്ഷേ ഇതിനകത്ത് എന്തെന്നറിയോ കാര്യം, ഇപ്പം അവസരങ്ങൾ കുറയുന്ന കാര്യമാണ് നമ്മൾ ശരത്തെ ഇപ്പം നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. അവിടെ നിന്ന് തുടങ്ങാം ഞാൻ. ഈ അവസരങ്ങൾ കുറയുന്നതിനകത്ത് എന്താ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കണം. അതേ പ്രോഡക്റ്റ് തന്നെ പല ബ്രാൻഡിൻ്റെ ഉണ്ടാവും, ഒന്നിനും ഒരേ വിലയായിരിക്കില്ല. ഏതെടുക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കണമെന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, അങ്ങനെ ഒരുപാട് പേര് ചേർന്നിട്ടാണ് ആരെ എടുക്കണം അല്ലെങ്കിൽ ആരെടുക്കണ്ടെന്ന് ഇരിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം തന്നെ അഭിനയിച്ച് എന്നെക്കാൾ സീനിയറായിട്ടുള്ള എൻ്റെ പ്രായത്തിലോളം വരുന്ന ഒരു നടൻ 7-8 വർഷം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവത്തിൽ അദ്ദേഹം വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് പുറത്തിറങ്ങിയാൽ അദ്ദേഹമില്ലാത്ത സിനിമയില്ല, മിക്ക പോസ്റ്ററിലും അദ്ദേഹമുണ്ട്. ഇതൊരു സമയമാണ്, അല്ലെങ്കിൽ ഇതൊരു ഭാഗ്യത്തിന് ഒരുപാട് അടിസ്ഥാനമുള്ള ഒരു ജോബാണ് ഇത്. ഇതിനകത്ത് താങ്കളെ വിളിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് താങ്കളോ താങ്കളുടെ താരമൂല്യമോ തന്നെ ആവണമെന്നില്ല, വേറെ പല ഘടകങ്ങളാവും. അവിടെ എന്തെങ്കിലും രീതിയിലൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഉണ്ടാകാം എന്ന് തോന്നിയാൽ പോലും താങ്കളുടെ ഭാഗത്തോട്ട് വരില്ല ഈ അവസരങ്ങൾ. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി ഇതിനകത്ത് ഈ എല്ലാ നാണയത്തിനും 2 വശമുണ്ടെന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ഈ താനൊരു നിലയിലെത്തും വരെ എന്തിനും തയ്യാറായിട്ട് പിന്നെ ഒരു നിലയിലെത്തിയിട്ട് തിരിഞ്ഞു കുത്തുന്നവരുണ്ട്. ഞാൻ ഇത്രയും ഈ കാര്യങ്ങൾ പറയുമ്പോഴും അനുഭവിച്ച ആ നടികളുടെയോ അല്ലെങ്കിൽ മറ്റു സാങ്കേതിക പ്രവർത്തകരോട് അവരുടെ മാനസികാവസ്ഥ കുറച്ച് കണ്ടിട്ടല്ല, അവരോട് എല്ലാ ബഹുമാനത്തോടുകൂടി പറയുന്നത്. ഇതിൻ്റെ 2 വശങ്ങളുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഒരു നിലയിലെത്തിക്കഴിഞ്ഞിട്ട് തിരിഞ്ഞു കുത്തുന്നവരുണ്ട്. നമുക്കറിയാം, മലയാള സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കൊണ്ട് തന്ന വളരെ ചെറുപ്പക്കാരനായ, കുടുംബമായിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു നിർമ്മാതാവിന് തൻ്റെ 3 സിനിമകളിൽ ഒരു നടിയെ അഭിനയിപ്പിക്കാൻ അവസരം കൊടുത്തിട്ട് 4ാമത്തെ സിനിമയിൽ ആ നടിയില്ലാത്തപ്പോൾ ആ നടിക്ക് പെട്ടെന്ന് സെക്ഷൽ അബ്യൂസിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ബോധോദയമുണ്ടായി, കേസ് കൊടുത്തു. അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകേണ്ടി വന്നു. നിയമത്തിൻ്റെ ഒരു പരിരക്ഷ കിട്ടും വരെ അദ്ദേഹത്തിന് വിദേശത്ത് കുടുംബത്തിൽ നിന്നൊക്കെ അകന്ന് ഒരു കള്ളനെ പോലെ ജീവിക്കേണ്ടി വന്നു. അവസാനം കോടതിയിൽ വന്നപ്പോൾ ആ കേസ് വെറുതെ വിട്ടു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ എന്നുള്ളതല്ല. പിന്നെ
WCCയുടെ അവരുടെ ആ കളക്റ്റീവ് അവരുടെ പിന്നെ എന്താ പറയണ്ടത് പ്രയത്നത്തെ കുറച്ച് കാണാൻ സാധിക്കില്ല. അവർ വന്നതിന് ശേഷം ഒരുപാട് പരിഹാരങ്ങൾ സിനിമയിലുണ്ടായിട്ടുണ്ട്. അതായത് ഈ നടിമാർക്ക് തന്നെ വസ്ത്രം മാറാൻ പിന്നെ ശുചിമുറി അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്യാരവൻ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ അവർക്കും തുല്യത കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത വേറൊരു കാര്യമുണ്ട് ശരത്തെ, ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ. അത് ശരിക്കും സർക്കാർ വിചാരിച്ചാൽ അതിന് പൂർണ്ണമായിട്ടും ഒരു പരിഹാരം കാണാൻ പറ്റും. ഷൂട്ടിംഗ് പ്രധാനമായിട്ട് നടക്കുന്ന മേഖലകളിൽ അവരുടെ ഒരു കൂട്ടായ്മ സർക്കാരിൻ്റെ കീഴിൽ തന്നെ ഒരു കമ്മിറ്റി എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് തൊഴിൽ ഉറപ്പ്. ഇതിപ്പോൾ എന്താണെന്നറിയോ, ഇടനിലക്കാർ കൊണ്ടുപോവാണ്. അവർക്ക് കിട്ടേണ്ട കാശിൻ്റെ പകുതിയിലേറെ കാശ് ഇടനിലക്കാർ കൊണ്ടുപോകുന്നു. അവർ 3 നേരത്തെ ഭക്ഷണത്തിനും തുച്ഛമായ തുകയ്ക്കും വേണ്ടി വന്ന് നിന്നിട്ട് ഷൂട്ടിംഗ് വൈകുകയാണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോലും പോകാൻ സാധിക്കാതെ, ബസ്സില്ലാണ്ട് ട്രാവലിംഗ് ഒരു ഇത് കിട്ടാഞ്ഞിട്ട്, താമസത്തിനുള്ള ഒരു മുറി കിട്ടാഞ്ഞിട്ട് അവർ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല മേഖലകളിൽ പിന്നെ ജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്നവർ സിനിമയിലുണ്ട്. ഇവിടെ ആരും പറഞ്ഞ് കേൾക്കുന്നില്ല മിനി സ്ക്രീനിലെ പ്രശ്നങ്ങൾ. നമ്മുടെ ബഹുമാന്യനായ മന്ത്രി ഗണേഷ് കുമാർ പിന്നെ പ്രസിഡൻ്റ് ആയിക്കൊണ്ട് ആത്മാന്നൊരു സംഘടന, അവർക്ക് 24 മണിക്കൂറും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ദിനേശ് പണിക്കർ, മറ്റ് ഭാരവാഹികൾ അവരെല്ലാം നിരന്തരം കഷ്ടപ്പെട്ടിട്ട് പോലും അവിടുത്തെ പ്രശ്നങ്ങൾ മലയാള സിനിമയെക്കാളും കഷ്ടമാണ്. സീരിയലിലെ പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങൾ, സെക്ഷൽ അബ്യൂസ് മാത്രമൊന്നുമല്ല, അതല്ല ഞാൻ പറയുന്നത്. ശമ്പളം ചോദിച്ചാൽ നാളെ നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആളൊന്നും അഭിനയിക്കും. പഠിക്കാൻ ഒരു സംവിധാനം വെക്കണോ? പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം. അതാണ് ഞാൻ പറയുന്നത്. നോക്കൂ, വെക്കണം. കാരണം എന്തറിയോ, നിങ്ങൾ എന്തെങ്കിലും പ്രതികരിച്ചാൽ നിങ്ങൾ ഒന്നെങ്കിൽ ചുവരിൽ ചിരിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ മുഖത്ത് പൂമാലയിട്ട് നിങ്ങൾ മരിക്കും, അല്ലെങ്കിൽ നാളെ തൊട്ട് നിങ്ങളുടെ വേഷം വേറെ ആൾ, ഇന്നു മുതൽ ഇന്നയാളാണ് ഈ കഥാപാത്രത്തിന് ജീവൻ നൽകുന്നത് എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ അത്രയും പ്രശ്നങ്ങളില്ലെന്ന് തോന്നിപ്പോവും. ആ രീതിയിലാണ്. പിന്നെ നിർമ്മാതാക്കൾ, സീരിയലിലെ നിർമ്മാതാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ 95-ലും 2000-ലൊക്കെ ഉണ്ടാക്കിയ മിനിമം സിനിമയിലാണെങ്കിൽ ക്ലീൻ ആയി വെട്ടും, എപ്പിസോഡിന്റെ പ്രതിഫലമാണ് അല്ലേ. കൊള്ളാം.